ഇപ്പോൾ KSCB ഓഫീസിലേക്ക് തള്ളിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കൊല്ലത്തുണ്ട്. ലോക്സഭയിൽ ഈ പറയുന്ന സോറോസ് ബന്ധം ആരോപിക്കുകയാണ് നിഷികാന്ത് ദുബെ. അതാണ് അവിടെ ഭരണപക്ഷത്തിൻ്റെ ആരോപണം. KM മാണിക്കെതിരെ നിയമസഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിൽ AR റഹീം MP, M സ്വരാജ് എന്നിവരെ വെറുതെ വിട്ടു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് KSCB ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ ഈ നിരക്ക് വർധന സംബന്ധിച്ച തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. KSCB ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. MG പ്രതീഷ് പ്രതീഷ് ഓഫീസിനുള്ളിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. ഹാഷ്മി, വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചാണ് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലം KSCB ഓഫീസാണ്. ഇവിടേക്ക് തള്ളിക്കയറാനാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടായത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. പിന്നീട് ഈ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടുകൂടി തന്നെ പോലീസ് ഇടപെട്ട പ്രവർത്തകരെ തടഞ്ഞു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഈ സ്ഥലത്ത് കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇടത് സർക്കാർ എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും ഈ പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം ഈ വാക്കേറ്റമാണ് ഒരു തരത്തിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ KSCB ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം തടഞ്ഞതോടുകൂടിയാണ് വലിയ തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കൂടുതൽ പ്രവർത്തകരടക്കം ഈ ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ കവാടം വഴി അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നത്. പോലീസ് പരമാവധി ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടുതൽ പ്രവർത്തകരെത്തി അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രവർത്തകർക്ക് ഈ പരിക്കേറ്റു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ആരോപിക്കുന്നുണ്ട്. അതാണ് വലിയ വാക്കുതർക്കത്തിലേക്കും ഒരു ഉന്തും തള്ളിലേക്കും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൊല്ലം KSCB ആസ്ഥാനത്തേക്ക് നടന്നത്. കൊല്ലം KSCB ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം കുറച്ചത് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. പ്രവർത്തകർ അകത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ഗ്രില്ലൊക്കെ അടച്ചിട്ടുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഗ്രില്ല് തുറന്ന് അകത്തേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അന്യായമായ നിരക്ക് വർധനവാണ്, കൊള്ളയടിയാണ് എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. വൈദ്യുതി നിരക്ക് വർധനയിൽ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏത് രീതിയിൽ, എത്രത്തോളം, ഏതൊക്കെ അളവിൽ അത് ബാധിക്കും എന്ന് നിരക്ക് വർധന വന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജനത്തിന് ബാധ്യതയില്ലാത്ത നിരക്ക് വർധന എന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത്. അതിന് എത്ര രൂപയാണെങ്കിൽ കൂടി അത് ജനത്തിന് ബാധ്യത തന്നെയാണ്. ജനത്തിന് ബാധ്യതയാവാത്ത ഒരു നിരക്ക് വർധന അത് എന്തായാലും അസാധ്യമാണ്. അപ്പോൾ എത്രത്തോളം ബാധ്യതയാകുമെന്നുള്ളതേ അറിയാനുള്ളൂ. അത് നമുക്ക് ഇന്ന് എന്തായാലും അറിയുകയും ചെയ്യാം. MG പ്രതീഷ് തുടർന്ന്. പ്രതീഷ്, ചെറിയ ഒരു സംഘർഷ സാഹചര്യത്തിൽ കാര്യങ്ങൾ പോവുകയാണോ? ഹലോ പ്രതീഷ്, ഹലോ. അതായത് എന്താണ്, ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഹാഷ്മി, വലിയ പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ പ്രവർത്തകരെ പോലീസ് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നത്. നിലത്ത് കിടന്നുൾപ്പെടെയുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രവർത്തകർ അകത്തേക്ക് കടക്കാതിരിക്കാൻ ഇതിന്റെ വാതിൽ ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വലിയ മുദ്രാവാക്യങ്ങളുമായി ഈ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അവർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല.
വലിയ തരത്തിലൊരു പ്രതിഷേധം പോലീസിനെതിരെയും സർക്കാരിനെതിരെയുമാണ് നിലവിൽ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച ഒരു മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയത്. തുടർന്ന് KSEB ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകുന്നു. അത് പോലീസ് തടുത്തതോടുകൂടിയാണ് അതൊരു വാക്കേറ്റത്തിലേക്കും ഒരു ഉന്തും തള്ളിലേക്കും പോയത്. ഇപ്പോൾ ഈ പ്രവർത്തകർ നിലത്ത് കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ പിന്തിരിപ്പിക്കുന്നതിനിടയിൽ പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രവർത്തകർ ആരോപണമായി ഉന്നയിക്കുന്ന കാര്യം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ തലയ്ക്കാണ് ഞങ്ങൾ അടിച്ചത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ സമാധാനപരമായിട്ട് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ തലയ്ക്കടിച്ചത് ശബരിനാഥ് എന്ന് പറയുന്ന ആ പോലീസുകാരനാണ്. ഇവിടെ പോലീസിന്റെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. ഞങ്ങൾ തീർത്തും ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സമാധാനപരമായി വന്നത്. ഇവിടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് പോലീസ് നോക്കുന്നത്. ഇത് ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. ഏതറ്റം വരെയും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. ഇന്നത്തെ വെറും സാമ്പിൾ മാത്രം. വരാൻ പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലത്തേക്കുള്ള അവിടെ പ്രതിഷേധം എന്തായാലും പ്രതിഷേധം അവിടെ തുടരുകയാണ്. ഓഫീസിനുള്ളിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം എന്ന് തോന്നുന്നു. പോലീസ് തടയുകയും ചെയ്യുന്നു.